കാശ്മീരിലെ മറ്റൊരു സുന്ദരമായ പ്രഭാതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര നേരെ ഗുൽമർഗിലേക്കാണ്. ഏകദേശം 60 കിലോമീറ്ററോളം ദൂരം 1.5 മണിക്കൂറിന് അടുത്ത് എത്തും എന്നാണ് പറഞ്ഞത്. ഗുൽമർഗിലേക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീരി പൈൻ മരങ്ങൾക്കിടയിലൂടെ ഭംഗിയുള്ള കാഴ്ചകളും കണ്ടുകൊണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഈ റൂട്ടിൽ. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു തിരക്കുമുണ്ട്. എന്നാലും ബ്ലോക്കൊന്നും ആവാതെ കയറി പോകുന്നുണ്ട്. എന്നത്തെയും പോലെ രാവിലെ നേരത്തെ എണീറ്റു അവിടെ നിന്ന് പുറത്ത് ടൗണിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. 9 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് വണ്ടി വന്നത്. കാരണം അല്പം അടുത്തായതുകൊണ്ട് തന്നെ വണ്ടിയും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞ് കഴിയുമ്പോഴേക്കും ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. അല്പം തിരക്ക് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ദൂരെയായി മഞ്ഞുമലയുടെ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഗുൽമർഗിൻ്റെ അതിർത്തിക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഗുൽമർഗ് എന്ന ചെറിയൊരു ടൗൺ പ്രദേശത്ത് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ദൂരെ ഒരു മഞ്ഞുമലയുടെ ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. താഴെയായി വലിയൊരു പുൽ മൈതാനവും കാണാം. മഞ്ഞുകാലത്തൊക്കെ മൊത്തം മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ ഒരുപാട് കുതിരകൾ നമുക്കിവിടെ കെട്ടിയിരിക്കുന്നത് കാണാം. അതുപോലെ ദൂരെയായ ഒരു ക്ഷേത്രവും കാണുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പോയി ഒരു ചായയും ബ്രെഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ കേബിൾ കാർ അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്, മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കേബിൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴൊക്കെ ഫുള്ളായിരുന്നു, കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ടിക്കറ്റിൻ്റെ ഭാഗത്ത് ചെന്ന് നോക്കിയപ്പോൾ ഏകദേശം 2-3 മണിക്കൂറിന് മുകളിലെടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കി നേരെ ഇപ്പോൾ ഹോഴ്സ് റൈഡാണ് തിരഞ്ഞെടുത്തത്. ഇവിടെ കേബിൾ കാറിന് 2 ഫേസാണുള്ളത്. ഫസ്റ്റ് ഫേസ് അതുപോലെ സെക്കൻഡ് ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൻ്റെ സ്റ്റേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മഞ്ഞിൻ്റെ മുകളിലേക്കാണ് സെക്കൻഡ് ഫേസ് വരുന്നത്. ഫസ്റ്റ് ഫേസ് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നും മുകളിലേക്കും ബാക്കി കേബിൾ കാർ കയറി പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇപ്പോൾ കുതിരയിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഫസ്റ്റ് ഫേസും കഴിഞ്ഞ് സെക്കൻഡ് ഫേസിൻ്റെ പകുതി വരെ ഏകദേശം നമുക്ക് പോകാൻ പറ്റും. അതുപോലെ കേബിൾ കാറിൽ 2 കളറിലാണുള്ളത്. ഫസ്റ്റ് ഫേസ് വരെ വരുന്നത് ഗ്രീൻ കളറും അതിന് മുകളിലേക്ക് വരുന്നത് റെഡ് കളറുമാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോഴ്സ് റൈഡിങ് തുടങ്ങി. ഏകദേശം 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും നല്ല തിരക്കുണ്ട് കുതിരപ്പുറത്ത് വന്ന ആൾക്കാരുടെ. അവിടെ നേരെ മുകളിൽ കാണുന്ന ഭാഗത്തോടെയാണ് ഇപ്പോൾ കേബിൾ കാർ പോകുന്നത്. നേരെ മുകളിൽ മഞ്ഞുമലയുടെ മുകളിലേക്ക് വരെ ഫേസ് 2 എത്തുന്നതാണ്. അവിടം വരെ പോകാൻ പറ്റും. കേബിൾ കാർ ഞങ്ങൾ ഏകദേശം 1 മാസം മുമ്പൊക്കെ നോക്കിയിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ വരുന്ന ഡേറ്റിനൊക്കെ ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടാതിരുന്നത്. കേബിൾ കാർ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സമയപ്രശ്നം കൊണ്ടൊക്കെയാണ് നടക്കാതിരുന്നത്. ഇവിടെ വരുന്നവർ തീർച്ചയായും മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ കാശ്മീരിലെ മറ്റൊരു പ്രധാന വിനോദം കൂടിയാണെന്ന് പറയാം. ഈ റീൽസ് എടുത്തു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. ഫോട്ടോ പോലെ ഞങ്ങൾ പല പോസിൽ നിർത്തി റീൽസ് എടുത്തു കൊടുക്കും. അപ്പോൾ അതിൻ്റെ പല സീനുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല കോലത്തിലും ഞങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചവർ നല്ല രീതിയിൽ റീൽസ് എടുക്കും. ചിലതൊക്കെ ശരിയാവും, ചിലതൊക്കെ വെള്ളത്തിലുമാകും. ഏകദേശം 400 രൂപകളൊക്കെയാണ് ഇതിന് ചാർജ് വരുന്നത്. അങ്ങനെ അവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകളും അല്പം സമയവും ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും മെല്ലെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളിന്ന് കാശ്മീരിലെ 3ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾ പെഹൽഗാമിൽ പോയി. അതുപോലെ 2ാമത്തെ ദിവസം സോൻമാർഗ്, 3ാമത്തെ ദിവസമാണ് ഗുൽമർഗിലേക്ക് വന്നത്. അപ്പോൾ 3ഉം ഏകദേശം കാണാനൊക്കെ ഒരുപോലെയാണെങ്കിലും ചെറിയ ടെറൈനുകളും അതുപോലെ അതിൻ്റെ ഭംഗിയൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. ഫേസ് 2ലേക്ക് പോകുന്ന റെഡ് കേബിൾ കാറാണ് കാണുന്നത്. ഈ സമ്മർ സീസണിലൊക്കെ വരുമ്പോൾ കേബിൾ കാർ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഫേസ് 2ലൊക്കെ ആയിരിക്കും കൂടുതൽ മഞ്ഞൊക്കെ കാണാൻ പറ്റുക. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഗോണ്ടോളയിൽ തന്നെ പോകേണ്ടിയും വരും. ഇവിടുത്തെ ആൾക്കാരുടെ ചെറിയ സെറ്റിൽമെൻറ്റൊക്കെ നമുക്ക് ദൂരെയുടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ആട്ടിടയന്മാരും അതുപോലെ ഈ കുതിരകളെ നോക്കുന്നവരുടെ വീടൊക്കെയാണ് ഇവിടെ കാണുന്നത്.
വളരെ ചെറിയ വീടാണത്. അത്യാവശ്യം മരങ്ങൾ കൊണ്ടും അതുപോലെ അതിൻ്റെ ഇലകൾ കൊണ്ടൊക്കെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഗ്രീൻ കൊണ്ടോളയാണ് കാണുന്നത്. ഫേസ് 1 മുതൽ ഫേസ് 2 വരെ പോകുന്നതാണിത്. ഈ ഗുൽമർഗും പെഹൽഗാമും അല്പം ഉയർന്ന പ്രദേശത്താണ്. അതുകൊണ്ട് ട്രക്ക് ചെയ്ത് പോകാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകിൽ കുതിര സഫാരി എടുക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന ഗോണ്ടോളയിൽ പോകായിരിക്കും നല്ലത്. നേരെ മറിച്ച് സോൻമാർഗ് വരുന്നത് അല്പം താഴ്ന്ന പ്രദേശത്താണ്. കയറ്റങ്ങളൊക്കെ കുറവാണ്. അത് നമുക്ക് ഈസിയായി ട്രക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലം മാത്രമാണ്. ഇവിടെ കാശ്മീരിൽ ഓരോ കാലാവസ്ഥയിലും ഓരോ ഭംഗിയാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ പച്ചപ്പിൻ്റെ സമയമാണെങ്കിൽ അല്പം കൂടി കഴിഞ്ഞാൽ ഈ പച്ചപ്പിൻ്റെ കൂടെ ഇവിടെ മൊത്തം പൂക്കൾ കൊണ്ട് നിറഞ്ഞൊരു ഏരിയ കൂടിയായിരിക്കും. നേരത്തെ പറഞ്ഞൊരു വീടിൻ്റെ ഭാഗമാണിത്. ഇവിടെ മരങ്ങളും ഇലകളും അതിൻ്റെ കൂടെ താർപ്പായും ഇപ്പോൾ ഉപയോഗിക്കുന്നു. ദൂരെ കാണുന്ന പച്ച കളർ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തായിട്ടാണ് കൊണ്ടോള ഫേസ് 1ൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ യാത്ര ഏകദേശം താഴേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കാണുന്ന മറ്റൊരു ഓപ്ഷനാണിത്. ഈ കാറിൽ നമുക്ക് ഇവിടെ താഴ്ഭാഗത്തു കൂടി ഒന്ന് ചുറ്റി അടിക്കാൻ പറ്റും. മുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 1 മണിക്കാണ് ഹോഴ്സ് റൈഡിങ് ഇവിടെ നിന്നും ആരംഭിച്ചത്. ഏകദേശം 4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പോയി തിരിച്ച് വന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഞങ്ങൾ യാത്ര ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ഒരാൾക്ക് 1200 രൂപയാണ് ചാർജ് ആയത് കുതിരയ്ക്ക്. ഏകദേശം 2000-3000 ഒക്കെയാണ് അവർ ചാർജ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടി കാത്തിരുന്നുകൊണ്ട് കുറച്ച് ലേറ്റായതും. കാശ്മീരിലെ മിക്ക ടൂറിസ്റ്റ് ഏരിയകളും ഇവിടെ കുതിരക്കാരുടെയും അതുപോലെ ഇവിടെ ഈ ടൂറിസ്റ്റ് കൈകാര്യം ചെയ്യുന്നവരുടെയും കീഴിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അല്പമൊക്കെ ബാർഗെയിൻ ചെയ്താലേ നമുക്ക് വില കുറച്ച് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അവരെയും കുറ്റം പറയാനും പറ്റില്ല. അവരെയും ഒരു ജീവിതമാർഗം കൂടിയാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഭംഗിയുള്ള തന്നെയാണ്. അങ്ങനെ ഭംഗിയുള്ള കാശ്മീരിൻ്റെ മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.